മതസ്പർദ്ധയുടെ വിഷം തുപ്പി RSSന്റെ കേരളത്തിലെ മുഖപത്രമായ കേസരി. നുണകൾ കൂട്ടിവെച്ച് കേരളത്തിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ക്രിസ്ത്യാനികൾ ഇത്രയും മോശക്കാരായിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയായ BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്തിനു വേണ്ടിയുള്ള പ്രഹസനമായിരുന്നു? ഒരു വശത്ത് അരമന കയറിയിറങ്ങി ക്രിസ്ത്യാനികളുടെ തോളിൽ കൈയിട്ട് വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ക്രിസ്ത്യാനികളെ മതപരിവർത്തകരെന്നും സംസ്കാരം നശിപ്പിച്ചവരെന്നും മുദ്രകുത്താൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഇന്ത്യ മുഴുവൻ പ്രതിഷേധിച്ച ഛത്തീസ്ഗഡിൽ നിരപരാധികളായ കന്യാസ്ത്രീകളെ അന്യായമായി തുറുങ്കിലടച്ച സംഭവത്തിൽ വരെ നിരപരാധികളെ കുറ്റം വിധിക്കുകയാണ് മുഖലേഖനം. ഭാരതത്തിൽ 2000 വർഷത്തിന്റെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതം പ്രേക്ഷിതവേലയും സുവിശേഷവൽക്കരണവും മതപരിവർത്തനത്തിനുള്ള ഉപകരണങ്ങളാക്കിയിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി എന്നേ മാറ്റാമായിരുന്നുവെന്ന് മുഖലേഖനത്തിന്റെ സൃഷ്ടാവ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിനു ഒന്ന് വെറുതെയെങ്കിലും കണക്കുകൂട്ടി നോക്കിയിരുന്നെങ്കിൽ അസംബന്ധം കുത്തിനിറച്ച ഈ ലേഖനം പുറത്തുവരില്ലായിരുന്നു.